ഇന്ന് പുറത്തു വരുന്ന ഒരു ഏറ്റവും പുതിയൊരു വാർത്ത എന്ന് പറഞ്ഞാൽ USCIRF, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഫോർ റിലീജിയസ് ഫ്രീഡം ഇൻ ഇൻ്റർനാഷണൽ, അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ ഇത്, അന്താരാഷ്ട്ര തലത്തിലെ മതപരമായ ആചാരങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നിലകൊള്ളുന്ന ഒരു ഏജൻസിയാണ്, അമേരിക്കൻ ഫെഡറൽ ഗവൺമെൻറ് ഏജൻസിയാണ്. അവരുടെ റിപ്പോർട്ട് പ്രകാരം അവർ റെക്കമെൻഡ് ചെയ്യാണ് RSSനെയും റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തെയും ഉപരോധിക്കുക, ബാൻ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അസറ്റ്സ്, അവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ഫ്രീസ് ചെയ്യുക. അമേരിക്കയിൽ ഒട്ടനവധി RSSൻ്റെ പ്രവർത്തനങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത്, ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നതാണ്. അവരുടെ അസറ്റ്സ് ഫ്രീസ് ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരു റെക്കമെൻഡേഷൻ അവർ നടത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് CPC, അതായത് ഇന്ത്യ മറ്റ് അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളുടെ പോലെ കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺസ് എന്ന ഒരു ഇത് കൊടുത്തിരിക്കുകയാണ്. ഈ മതപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ മേലെ അടിച്ചമർത്തലുകൾ, ആൻറ്റി കൺവേർഷൻ ലോ, അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് പല സംസ്ഥാനങ്ങളും, പ്രത്യേകമായിട്ട് ഉത്തർപ്രദേശിനെ എടുത്ത് പറയുന്നുണ്ട്, കർണാടക, മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ട് അവർ പറയുന്നത് ആൻറ്റി കൺവേർഷൻ ലോ ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. ഒപ്പം തന്നെ അവർ പ്രതിപാദിക്കുന്ന പല വിഷയങ്ങളും മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് ഇന്ത്യ പെരുമാറുന്ന രീതി, പിന്നെ ഈ മറ്റ് ന്യൂനപക്ഷങ്ങളോട് പെരുമാറുന്ന രീതിയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിൽ പ്രതിപാദിക്കുന്ന കുറച്ച് വിഷയങ്ങൾ വളരെയധികം, ഒരു പക്ഷേ നമുക്ക് ഇത് ഒരു പ്രഥമ ദൃഷ്ട കാണുമ്പോൾ തോന്നുക ഏതോ ഒരു സുഡാപ്പി, അതല്ലെങ്കിൽ പാകിസ്ഥാൻ ഒറിജിൻ ആൾ ഇതിൻ്റെ തലപ്പത്തിരിക്കണമെന്ന്. കാരണം അത്തരത്തിലുള്ള ഏജൻസികൾ യൂറോപ്പിലും അമേരിക്കയിലുണ്ട്. ഇപ്പോൾ നമ്മുടെ BBC പോലെയുള്ള ചാനലുകൾ പണ്ട് ഒട്ടനവധി അതിന് ഒരു ഈ ഇതുണ്ടായിരുന്നു, വാർത്ത കൊണ്ട് ഈ കാലാകാലങ്ങളായിട്ട് ചരിത്രപരമായിട്ടുള്ള വളരെ പ്രാധാന്യമുള്ളൊരു ന്യൂസ് ഏജൻസിയാണ് BBC. ആ BBC കൊണ്ടുവന്നിരിക്കുന്ന ചില വാർത്തകൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അതിൻ്റെ വാർത്തകൾ വളരെയധികം വളച്ചൊടിച്ച്, ഈവൻ ട്രംപിൻ്റെ പോലും വാർത്ത എഡിറ്റ് ചെയ്ത് കയറ്റി, എന്നിട്ട് ട്രംപ് സൂ ചെയ്ത് അവർ മാപ്പ് പറഞ്ഞു BBC. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ട്രംപ്, അതായത് അപ്പോഴാണ് നമ്മൾ BBCയുടെ തലപ്പത്താരായിരിക്കണേ, BBCയുടെ തന്നെയല്ല, UK എന്ന് 70 രാജ്യം ഭരിച്ച ആ ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഏതൊരു ഈ പറഞ്ഞ നമ്മളുടെ പാകിസ്ഥാനികളാണ്. അത് നമുക്കൊക്കെ പറഞ്ഞിരുന്ന് ചിരിക്കാനുള്ള ഏതൊരു കരീമോ അബ്ദുള്ള കുട്ടി ഏതൊക്കെയാണ് ഇപ്പോൾ BBCയുടെ തലപ്പത്തിരിക്കണേ. പിന്നെ വാർത്ത അങ്ങനെ ആവാണ്ടിരിക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ ഇതാണ് സ്ഥിതി. അതുപോലെ ആരോ ആണോ USCIRFൻ്റെ തലപ്പത്തിരിക്കണേന്ന് തോന്നുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള ഇതുകൾ വരുന്നത്. അവർ പ്രതിപാദിക്കുന്ന വിഷയമെന്ന് പറഞ്ഞത് വഖഫ് ബോർഡിനെതിരെ ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, ഈ ബില്ല് കൊണ്ടുവന്നിട്ട്, നമുക്കറിയാം നമ്മുടെ മുനമ്പത്തെ വിഷയം പോലും, അതുപോലും ഇതിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. വഖഫ് ബോർഡിനെതിരെ ഇതുണ്ടാക്കി, അത് മുസ്ലിമുകളുടെ ഒരു ബോർഡാണ്, അതിനുള്ളിലേക്ക് മറ്റ് മതസ്ഥരെ വിടാനായിട്ട്. ഈ വഖഫ് ബോർഡ് ഈ സാധാരണ ഇന്ത്യൻ ജനത്തിന് മറ്റ് മതവിഭാഗങ്ങൾക്ക് നൽകുന്ന ആ ഒരു ക്രൂര പീഡനത്തെ പറ്റി ഇവൻ പഠിക്കാണ്ട്, അതല്ലെങ്കിൽ ഇവൻ ഏതെങ്കിലും പാകിസ്ഥാനി ആയിരിക്കണം, ഇവൻ്റെ തലപ്പത്തിരിക്കണം, അവൻ ഏതെങ്കിലും പാകിസ്ഥാനി ആയിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം തന്നെ പ്രതിപാദിക്കുന്ന വിഷയം ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിച്ച് മുസ്ലിമുകളെ അവഹേളിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒട്ടനവധി കേസുകൾ, ഇപ്പം ആയിരക്കണക്കിന് കേസുകൾ നമുക്കറിയാവുന്നവരുണ്ട്. അതൊക്കെ ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല, അത് വേദന ഉളവാക്കി, പ്രത്യേക സമുദായത്തിന് വേദന ഉളവാക്കി, ഇതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അവർ പ്രതിപാദിക്കുന്ന വിഷയം, റോക്കെതിരെ സിഖ് വംശജരായ വിഘടനവാദികൾ കാനഡയിലും, ഇപ്പോൾ കാനഡയിൽ ഒരാൾ വധിച്ചിരുന്നു. ഇവിടെ വെർജീനിയയിൽ താമസിക്കുന്ന പന്ന എന്ന് പറഞ്ഞൊരു സിഖ് നാമധാരിയായ ഖാലിസ്ഥാൻ വിഘടനവാദികളെ ഇന്ത്യൻ റിസർച്ച് ആൻഡ് അനാലിസിസ് വിഭാഗം വധിക്കുന്നു. അതുകൊണ്ട് ഈ രണ്ട് വിഭാഗങ്ങൾക്കെതിരെയാണ് ഇവർ ഉപരോധം കൊണ്ടുവരുന്നത്. അതിൻ്റെ അസറ്റ്സിനൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾ അമേരിക്കയിൽ നിന്ന് മാത്രമാണ് ബാൻ ചെയ്യുന്നത്. പ്രത്യാഘാതങ്ങൾ ഈ സംഘടനയ്ക്ക് ഉണ്ടായാലും അതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ, ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തനങ്ങൾക്കൊരു ഇത് വരില്ല എന്ന് തോന്നുന്നു. ഒപ്പം തന്നെ ഇവിടെയുള്ള അസറ്റ്സ് അതുമൊക്കെയാണ് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക, അമേരിക്കൻ സർക്കാരിന്. ഈ RSSനും റോക്കൊക്കെ ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ, പിന്നെയല്ല അവരുടെ വ്യക്തികളെ അമേരിക്കയിൽ കടക്കുന്നതിൽ നിന്നും തടയുക.
ഈ RSSുമായിട്ട് ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ റോയുമായിട്ട് ബന്ധപ്പെട്ടവരെ അവർക്കുള്ള വിസ ഇതൊക്കെയാണ് പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. ഒപ്പം ഇവർ പ്രതിപാദിക്കുന്ന മറ്റൊരു വിഷയം രോഹിംഗ്യ മുസ്ലിം 40ഓളം രോഹിംഗ്യ മുസ്ലിമുകളെ കടലിൻ്റെ തീരത്ത് കൊണ്ടുപോയിട്ട് വെറും ലൈഫ് ജാക്കറ്റ് ഇട്ട് നീന്തി ബർമയിലേക്ക് പൊക്കോളാൻ, ബർമീസ് ബോർഡറിൽ ചെന്നിട്ട് നീന്തി അക്കരെ പൊക്കോളാൻ പറഞ്ഞു എന്നൊക്കെയുള്ളതാണ് ഇതുകൾ ഈ ഇവർക്ക് എതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ USCIRF ഇങ്ങനെയൊരു റെക്കമെൻഡേഷൻ RSSനെതിരെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ എന്തൊക്കെയോ ബാഹ്യ സ്വാധീനങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലുള്ള ഓരോ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നേ എന്ന് സംശയം ഉളവാക്കുന്ന രീതിയിലാണ് ഇന്ന് RSSനും റോയ്ക്കുമെതിരെ വരുന്ന ചില നീക്കങ്ങൾ അമേരിക്കൻ സർക്കാരിൽ നിന്ന്. അത് ഏതർത്ഥത്തോളം അതിനെ ബാധിക്കും RSSനെ? കാരണം മുൻകാലങ്ങളിൽ കുറേ അധികം ഇസ്ലാമിക തീവ്രവാദ ശരിക്കും തീവ്രവാദം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വിഭാഗങ്ങളെ കൊണ്ട് നടന്നിരുന്ന അവർക്കെതിരെ കൊണ്ടുവന്നിട്ടുണ്ട്. 9/11 ശേഷം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അറബ് രാജ്യങ്ങൾ, ഇപ്പോൾ GCC രാജ്യങ്ങൾ, സുന്നി രാജ്യങ്ങളിൽ നിന്നും ഫണ്ടിങ് പോകുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. കാരണം ആ അറബ് രാജ്യങ്ങൾക്ക് എതിരെയുള്ള ആ ഒരു ഇതിൻ്റെ പ്രവർത്തനമായിട്ടാണ് സുന്നി രാജ്യങ്ങളിലെ അറബ് കുടുംബങ്ങളിൽ നിന്നും അവരുടെ കോടാനുകോടി ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് തടയാനായിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചത് അത്തരത്തിലുള്ള പ്രവർത്തനത്തിലാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വഖഫ് ബോർഡ് എന്താണെന്ന് ഇവർക്കറിയാത്തതിൻ്റെ പേരിലാണോ, ആ വഖഫ് ഒരു ന്യൂനപക്ഷം എന്ന നിലയിൽ വഖഫ് എന്നൊരു ബോർഡിനെ രൂപീകരിച്ച് സർക്കാരിൻ്റെ ഭാഗമാക്കി അത് ലോക്സഭയിലാണ് നമ്മൾ കേരളത്തിലുള്ളവർ ആലോചിക്കണം. നമ്മൾ വ്യക്തിപരമായിട്ട് മുനമ്പത്ത് എത്രമാത്രമാണ്. അതുപോലെ തന്നെ മുനമ്പം മാത്രമല്ല, ഇവർ ഇങ്ങനെ കടന്നു കയ്യേറി വഖഫ് ബോർഡ് പോലെയുള്ള ബോർഡുകൾ നമ്മൾ ജീവിക്കുന്ന ഉപജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രദേശങ്ങളെ വെട്ടിപ്പിടിക്കുന്ന ഇസ്ലാമിക അധിനിവേശ ശക്തികളെ ഇവർ നല്ല ഇതോടെ പഠിക്കാതെയാണ് അമേരിക്കൻ USCIRF ഇങ്ങനെയൊരു റിപ്പോർട്ട് ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ വ്യക്തമായിട്ട് പഠിച്ച് എന്തെങ്കിലും അതായത് ആഴത്തിൽ പഠിക്കണമെങ്കിൽ അവരുടെ റിപ്പോർട്ടേഴ്സിനെയും കൊണ്ട് മുനമ്പത്ത് വന്ന് കാണിക്കണമായിരുന്നു. ഞാൻ പോകാമായിരുന്നു. ഞാനാണ് ഈ വഖഫ് വിഷയം പൊക്കി കൊണ്ടുവന്നത്. അപ്പം അത്തരത്തിലുള്ള പ്രവൃത്തികൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. വ്യക്തമായിട്ട് പഠിക്കാതെ നമുക്കറിയാം, ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മണിപ്പൂരൊക്കെ പ്രശ്നമുണ്ടായ സമയത്ത് ഇവിടെ നിന്നും ഒരു ബീഹാർ സ്വദേശിനിയെ തലപ്പത്തിരിക്കുന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വ്യക്തിയാണ് അവിടെ ഇന്ത്യയിലേക്ക് വന്നത്. അവർ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ്. അപ്പോൾ അത്തരത്തിലുള്ള തലപ്പത്തിരിക്കുന്നവരെ എല്ലാം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നോ എന്ന് നമ്മൾ സംശയിക്കുക. അന്ന് എറിക് ഗാർസെറ്റിയാണ്, അദ്ദേഹം ലോസ് ഏഞ്ചലസ് മേയറായിരുന്നു, അദ്ദേഹമായിരുന്നു അംബാസഡർ. അതിനുശേഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സെർജിയോ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ പുതിയ അംബാസഡർ ട്രംപിൻ്റെ കാലഘട്ടത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എറിക് ഗാർസെറ്റി അവിടെ ഇരിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു ബീഹാർ ബീഹാറിൽ നിന്നും ഇതായ ഒരു മുസ്ലിം സ്ത്രീയെയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്താണ് അവർ ഏതൊരു പദവിയിലിരിക്കുന്നത്, ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി അത്രോ അവരെയാണ് അയച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അമേരിക്കൻ സർക്കാർ വീണ്ടും ഒരു ഇത് നടത്തണം. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരുപക്ഷെ RSS എന്തെങ്കിലും അല്ലറ ചില്ലറ പരിപാടികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. പക്ഷേ സേവാഭാരതി പോലെയുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യിക്കുന്ന പല വിഭാഗങ്ങളെയും കണക്കിലെടുക്കണമായിരുന്നു. ഒപ്പം തന്നെ വഖഫ് ബോർഡിനെ പറ്റിയൊക്കെ അലക്കി ലവ് ജിഹാദിനെ അലക്കി വെളുപ്പിക്കുമ്പോഴൊക്കെ അമേരിക്കൻ സർക്കാർ അതിനെപ്പറ്റി പഠിക്കാതെ എന്തോ ഒരു എടുത്തുചാട്ടം പോലെ ഉണ്ടാക്കിയ റിപ്പോർട്ട് പോലെയാണ് എനിക്കിതിനെപ്പറ്റി തോന്നുന്നത്.